പിന്നെ കല്യാണത്തിന് എന്താ ഇത്ര താമസം? അത് ഇവൾക്ക് 18 വയസ്സ് ആകാനിട്ടായിരുന്നു. ഏതായാലും ഈ ബർത്ത്ഡേക്ക് 18 വയസ്സ് തികഞ്ഞു. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. കാരണം നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. റോമിയോയും ജൂലിയറ്റും. പറഞ്ഞത് പറഞ്ഞു. ഇത് ഞാനങ്ങ് ക്ഷമിക്കുന്നു. മേലൽ ഇങ്ങനൊന്നും പറഞ്ഞ് നടന്നേക്കരുത്. എന്റെ കോൺട്രോൾ പോവും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിന്നെ ഇല്ലാതാക്കി കളഞ്ഞ. ആ ശരി ശരി, ഞാൻ വിളിച്ചോളാം. ആ നീ ഇതെവിടെ പോയതാ? മീനാക്ഷിയുടെ പിറന്നാളായിരുന്നു. ഞാൻ ചെമ്പകമംഗലം വരെ ഒന്ന് പോയി. നിനക്ക് നാണമില്ലേ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ? നാണിച്ചാൽ എന്റെ അനിയത്തിയുടെ മകൾക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കാൻ പറ്റുമോ? എന്തിനാ മോളെ സമാധാനത്തോടെ കഴിയുന്ന കുടുംബത്തിൽ കയറി ചെന്ന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്? അവിടെ അസ്വസ്ഥത ഉണ്ടാകണം. അതിനല്ലേ എന്റെ പുറപ്പാട്. ആ വീടൊരു സ്വർഗതുല്യമായി മാറുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. അത് ഞാൻ നരകമാക്കും. ഇന്ന് ഞാൻ അവൾക്ക് കൊടുത്ത സമ്മാനം അതൊരു കലാപത്തിന്റെ തുടക്കമാണ്. അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാവും. ഒരു കുടുംബ ഫോട്ടോയായിരുന്നു അത്. ആ ഫോട്ടോയിലുള്ള അത്രയും പേർ ചെമ്പകമംഗലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയവരും. അവരെല്ലാം എന്റെ കൂടെ, ഈ ഇന്ദ്രജയുടെ കൂടെ നിൽക്കും. മോളെ, നീ വെറുതെ ദിവാസ്വപ്നങ്ങൾ കണ്ട് സമയം കളയരുത്. ചില ദിവാസ്വപ്നങ്ങൾ വിയക്കിനാവായി മാറും. മറക്കണ്ട. നീ മൂഢസർഗത്തിൽ ജീവിക്കാതെ സാധാരണ ജീവിതത്തിലേക്ക് വാ. നീ ഇപ്പോഴും ആകാശ നൗകയിലാ പറക്കുന്നത്, ജീവിത നൗകയിലല്ല. അല്ലെങ്കിൽ ഞാൻ പറക്കുന്നത് ഫ്ലൈറ്റിലല്ലേ, അല്ലാതെ ലൈൻ ബസ്സുകളിലൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടില്ല. ക്രമേണ മനസ്സിലാവും. ഇന്ന് ചെമ്പകമംഗലത്ത് നടന്ന കാര്യങ്ങൾ അച്ഛൻ അറിയോ? അറിഞ്ഞ ഒരക്ഷരം അച്ഛൻ പറയില്ല. ഇതാ ഞാൻ പറയുന്നത്, ചെമ്പകമംഗലത്തുള്ളവരെല്ലാം വളരെ മര്യാദയുള്ളവരും സ്വഭാവ ഗുണമുള്ളവരുമാണെന്ന്. ആരുടെയും കൈ നിന്റെ കരണത്ത് പതിയാത്തത് നിന്നെ പ്രസവിച്ച എന്റെ ഭാര്യയുടെ ഗുണം കൊണ്ടാണ്. മീനാക്ഷിയുടെ കാര്യത്തിൽ ആരെക്കാളും അധികാരം ഈ ഇന്ദ്രജയ്ക്ക് തന്നെയാ. കാരണം ഞാൻ അവളുടെ അമ്മയുടെ ചേച്ചിയാ. ഇന്ദ്രജേ, ഞാൻ എന്ന ഭാവമാണ് നിന്റെ നാശം. നാശത്തിലേക്ക് പതിക്കാനാണ് നീ യാത്ര ചെയ്യുന്നത്. ഞാനെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരെ അമർച്ച ചെയ്യാനാണ് ഭഗവാൻ അവതാരമെടുത്തിരിക്കുന്നത്. കാളിയനെയും കംസനെയും കൊല്ലാൻ ശ്രീകൃഷ്ണനും, രാവണനെ കൊല്ലാൻ രാമനും, കാർത്തവീരാംഗനെ കൊല്ലാൻ ഭാർഗവരാമനും. അങ്ങനെ 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 നീ നിന്റെ അഹന്തയെ ഉപേക്ഷിച്ച് നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോ. ഇല്ല, ഇത് ഇന്ദ്രജയുടെ പ്രതികാരോ. അത് വീട്ടാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. ഭഗവാനെ, ഒന്നിന്റെ ദുരന്തം കണ്ട് മനസ്സിന്റെ സമനില തകർന്നു. ഇനി ഇവളുടെ നാശം കൂടി കാണാനിടയാക്കാതെ എന്നെ ഒന്ന് വേഗം തിരിച്ചു വിളിക്കാമോ?
ആ, ഏതായാലും രാജലക്ഷ്മി അമ്മയുടെയും കൈമൾ സാറിന്റെയും ക്ഷണം സ്വീകരിച്ച് ഈ ചെമ്പകമംഗലത്തേക്ക് വന്നതിൽ എന്തുകൊണ്ടും ഭാഗ്യമാണ്. ഞങ്ങളുടെയും ഭാഗ്യം. പ്രത്യേകിച്ച് മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ സഹകരിച്ചാൽ മീനാക്ഷിയുടെ അതിപ്രധാനമായ മറ്റൊരു ചടങ്ങിൽ കൂടി എനിക്ക് പങ്കെടുക്കാൻ കഴിയും. ആ, വന്നല്ലോ. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിലെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. എന്താ ചോദിക്കൂ. അതെ, ഈ പ്രണയത്തെക്കുറിച്ച് നിങ്ങളൊക്കെ അഭിപ്രായം എന്താണ്? പ്രണയോ? ഇവിടെ ആരും പ്രണയിച്ചല്ല കല്യാണം കഴിച്ചത്. ആയിക്കോട്ടെ, പ്രണയിച്ചല്ല കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണത്തിന് ശേഷം പ്രണയിച്ചല്ലേ ജീവിക്കുന്നത്? അതെ 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 അതെ, പ്രണയിച്ചും കലഹിച്ചും. പ്രണയിച്ചിട്ട് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചിട്ട് പ്രണയിച്ചാലും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ? അല്ലേ? ഇയാളെന്താ പ്രണയത്തെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം പരസ്പരം പ്രണയത്തിലാണ്. പൂക്കൾ വിടരുന്നത് പ്രണയം, വണ്ടുകളും ചിത്രശലഭങ്ങളും അവിടെ പറന്നു വന്നിരിക്കുന്നതും പ്രണയം, കാറ്റിന് പ്രണയം, പുഴകൾ കടലിലേക്ക് ഒഴുകുന്നതും പ്രണയം, സകലതും പ്രണയമാണ്. ഇവിടെ അതുപോലെ രണ്ടുപേർക്കും പരസ്പരം ഒരു പ്രണയമുണ്ട്. ആർക്ക്? നിങ്ങൾ വഴക്കിടുവെന്നോ തല്ലുവെന്നോ പേടിച്ചിട്ട് ഇവരാരോടും പറയാത്തതാ. ഇവരൊരു പാവാണ്. എന്താ ഈ പറയുന്നേ? ആർക്കാ ആരോട് പ്രണയോന്നാ? മീനാക്ഷിക്ക് വൈശാഖിനോടാണ് പ്രണയം. ഇവര് തമ്മിലെ നല്ല ഗാഢമായ പ്രണയത്തിലാണ്. മീനാക്ഷിക്ക് വലിയ പേടി. ചോദിച്ചാലും പ്രേമമാണെന്ന് ഇവള് സമ്മതിക്കില്ല. കാരണം ഇവള് നഗരത്തിലൊക്കെ ആയിരിക്കാൻ വളർന്നത്. പക്ഷേ ഒരു നാടൻ പെണ്ണിന്റെ വിശുദ്ധിയെല്ലാം നിറഞ്ഞവളാണ് ഇവള്. ഒരമ്പല തുളസി അല്ലേ? ഈ കാലത്തും വീട്ടുകാരെ ഇതുപോലെ പേടിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവില്ല. അയ്യോ, അത് എനിക്കാരോടും പ്രേമമൊന്നുമില്ല. ഇവളിങ്ങനെ പറയും. രാജലക്ഷ്മി അമ്മേ, ഇവളെ വഴക്കൊന്നും പറയല്ലേ. നല്ല ജോഡിയാ വൈശാഖും മീനാക്ഷി. എത്രയും പെട്ടെന്ന് ഇവരെ കല്യാണം എല്ലാവരും കൂടി ഒന്ന് നടത്തി കൊടുക്കണം. മീനാക്ഷിക്കും വൈശാഖിനും എൻ്റെ അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എല്ലാവർക്കും നന്ദി. പോവാണേ. എങ്ങനുണ്ട്? നിനക്ക് മതിയായോ? വേലി ചാടിയ പശുവിന്റെ കിടാവ് മതില് ചാടും. ഞാനത് പണ്ടേ പറഞ്ഞതാ.
വന്നേ. ഇങ്ങോട്ട് കയറി വാ, എനിക്ക് ചിലതൊക്കെ ചോദിക്കാനുണ്ട്. അപ്പൊ എന്റെ സംശയങ്ങൾ ശരിയായിരുന്നു അല്ലേ? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ആ സെലിബ്രിറ്റി പറഞ്ഞതിന് എന്താ അർത്ഥം? ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തുറന്നു പറയുന്നേ, ആ സ്ത്രീ പറഞ്ഞതൊക്കെ നേരാണോ? അതിൽ വാസ്തവമുണ്ടോ? ചോദിച്ചതിന് മറുപടിയില്ലേ? നിന്റെ അച്ഛൻ ഒരാള് ജയിലിൽ കിടന്ന് നരകിക്കുന്നുണ്ട്. അങ്ങനെയോട് ഞാൻ എന്തുത്തരാ പറയേണ്ടത്? ദത്തെടുത്താലും ഞാൻ എന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയാലും നിന്റെ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ഞാൻ വെറും പോറ്റമ്മ മാത്രമാണ്. നിന്റെ അച്ഛനോട് ഞാൻ എന്തെങ്കിലും സമാധാനം പറയണല്ലോ. അതുകൊണ്ട് ചോദിക്ക, നീയോ ആ വൈശാഖം തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ എന്താ പ്രേമമാണോ? പറ. ഇല്ലമ്മേ, എനിക്ക് അയാളോട് ഒരു പ്രേമവും ഇല്ല. അയാളോടെന്നല്ല, ഒരു ചെറുപ്പക്കാരനോടും എനിക്ക് പ്രേമമില്ല. നേരാണോ നീ പറയുന്നത്? ഞാൻ എന്റെ അമ്മയോട് നുണ പറയില്ല. അങ്ങനെ പറഞ്ഞ അതിന്റെ കുറ്റബോധം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഞാൻ പറഞ്ഞത് 100% സത്യമാ. എനിക്ക് വൈശാഖിനോട് പ്രണയമൊന്നുമില്ല, അവൻ എന്നോടും ഇല്ല. പിന്നെന്താ ആ സെലിബ്രിറ്റി അത് പറഞ്ഞപ്പോ നീയോ അവന് സൈലന്റ് ആയി നിന്നത്? അത് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ അതെങ്ങനെയാണെന്ന് എനിക്കറിയണ്ടേ? പറയേ. നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞ് അവർ നിങ്ങൾക്ക് ആശംസകൾ നേർന്നപ്പോ എന്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ നിന്നു? ഇതൊരു അഡ്ജസ്റ്റ്മെന്റാ അമ്മേ. അഡ്ജസ്റ്റ്മെന്റോ? അമ്മേ, അവനെ ഞാനൊന്ന് സഹായിക്കാമെന്ന് ഏറ്റതാ. അതുകൊണ്ട് അവൻ കളിക്കുന്ന ഡ്രാമയില് എനിക്കും കൂട്ടു നിൽക്കേണ്ടി വന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, അവനൊരു ലവറുണ്ട്. അവന്റെ വീട്ടുകാരും മറ്റും അറിഞ്ഞ പ്രശ്നമാവുന്നൊരു റിലേഷൻഷിപ്പാ അത്. അതുകൊണ്ട് ആ പ്രണയത്തിലേക്ക് അവന്റെ വീട്ടുകാർ ശ്രദ്ധിക്കരുത്. അതിന് അവന്റെ വീട്ടുകാർക്ക് ആ പ്രണയത്തെക്കുറിച്ച് അറിയോ? അവർക്ക് സംശയമുണ്ടെന്ന് ഇവൻ പറയുന്നു. അതിന് നീ എന്ത് സഹായം ചെയ്യാന്നാ അവന് വാക്കു കൊടുത്തത്? അവൻ സ്നേഹിക്കുന്ന പെണ്ണ് ഞാനാണെന്നറിഞ്ഞ വീട്ടുകാരുടെയും ചേച്ചിയുടെയും നോട്ടപ്പുഴയായി അവൻ മാറില്ല. കാര്യങ്ങളെല്ലാം ഒത്തുവരുമ്പോ അവൻ അവന്റെ കാമുകയെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവളോടൊപ്പം ഒളിച്ചോടുകയോ ചെയ്യാം. എനിക്കങ്ങോട്ട് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അമ്മ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എനിക്കവനോട് പ്രേമമൊന്നുമില്ല. എനിക്കവനെ കെട്ടവും വേണ്ട. എനിക്ക് നിന്നെ വിശ്വാസം മോളെ. പക്ഷേ ഈ സത്യം നീ വന്ന എല്ലാവരോടും തുറന്നു പറയണം. എന്റെ മോൾക്കൊരു ദുഷ്പേര് വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ, വന്ന എല്ലാവരോടും കാര്യം തുറന്നു പറയാവോ? പറയാം. വാ. ഇവനും അവളും കൂടി ഇങ്ങനെ അതുവഴി ഇതുവഴിയും രാത്രി നടക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന്. ഈ പരുന്തിന്റെ റോന്ത് ചുറ്റൽ പോലെയായിരുന്നു ഈ മാലതയുടെ ആങ്ങളുടെ കറക്കം.
എന്റെ ആങ്ങളെ പരുന്തൊന്നുമല്ല. നിന്റെ ആങ്ങളെ ദാഹിച്ച് നടക്കുന്ന തീ പിടിച്ച ഒരു ആത്മാവായിരുന്നു. നിർത്ത്. ഇവളവനെ ഇഷ്ടപ്പെട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടതല്ലോ, പ്രേമിച്ചു. അതത്ര മഹാഭാവമൊന്നും അല്ല എന്റെ ചേച്ചി. ചേച്ചി നടങ്ങി നിൽക്കേ. നന്ദിനിയുടെ മീനാക്ഷി ഒന്നിങ്ങോട്ട് വന്നോട്ടെ. അത് തന്നെ, നിജസ്ഥിതി അറിഞ്ഞിട്ട് പോലെ നിന്റെ ഈ കോലാഹലങ്ങളൊക്കെ. എന്തോന്ന് നിജസ്ഥിതി? ഇത് നല്ല ലക്ഷണമൊത്ത പ്രേമം തന്നെ. അയാള് പറഞ്ഞ ശരിയല്ലേ? പേടിച്ചിട്ടാ മിണ്ടാത്തത്. ഒരു പുളുവനായ വെടക്കളിയനായി പോയല്ലോടാ വൈശാഖ നീ. അതെ, എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പ്രത്യേകിച്ച് ജഗദീഷേട്ടൻ. അല്ല, അവളും മാത്രമല്ല തെറ്റുകാരി, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അവന്റെ ഒരു മാനസാന്തരം. അല്ലെങ്കിൽ സാവിത്രേച്ചിക്ക് എന്നെ ആങ്ങളെ കണ്ണെടുത്താ കണ്ടൂടാ. ഓ, അമ്മേ, അയാള് മീനാക്ഷിയെ തെറ്റിദ്ധരിച്ചതാ. മീനാക്ഷിക്ക് ആരോടും പ്രേമൊന്നുമില്ല. നേരാണോ മോളെ? നേരാ മുത്തശ്ശി, എനിക്ക് ഇവനോട് പ്രേമൊന്നുമില്ല. ഓ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയാൻ കാരണം? ഇവള് പറയുന്നത് പച്ച കള്ളവാ. അയാള് പറഞ്ഞത് ശരി തന്നെ. അല്ല, അങ്ങനെ അല്ല. ഇവന് വേറൊരു പ്രേമമുണ്ട്. അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റിട്ടുമുണ്ട്. നീ ആര് പ്രേമഹംസോ? ഇവന്റെ പ്രേമത്തിന് ദൂത് പോവാ. പ്രേമഹംസ അല്ല ചേച്ചി, പ്രേമഹംസം. അത് തന്നെ. വൈശാഖ, നീ പറ, ഈ മീനാക്ഷി പറയുന്നത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ ഈ പറയുന്ന പോലെ ഇഷ്ടമൊന്നുമില്ലേ? അതെ, മീനാക്ഷി പറയുന്നത് പച്ചക്കള്ളോ. അത് പിന്നെ ഇവൾക്ക് ഭയങ്കര പേടിയാ നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറയാൻ. ഞാനും ഇവളും തമ്മിൽ പ്രേമത്തിലാ. ആരും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഒളിച്ചോടാൻ വരെ തീരുമാനിച്ചതാ. എന്റെ ദൈവമേ, ചരിത്രം ആവർത്തിക്കോ? ഇവൻ പറയുന്നതൊക്കെ നുണയാ. എനിക്ക് ഇവനോട് പ്രേമൊന്നും ഇല്ല മുത്തശ്ശി. ഞാനും ഇവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇവളുടെ പെട്ടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്ദിനി, പോയി മീനാക്ഷിയുടെ പെട്ടി എടുത്തോണ്ട് വാ. മോളെ മീനാക്ഷി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്?
വൈശാഖനോട് നിനക്ക് പ്രണയം ഉണ്ടെങ്കിൽ നീ അത് നിന്റെ മുത്തശ്ശിയോടും മുത്തച്ഛനോടും തുറന്നങ്ങ് പറയും. രാമേട്ടൻ നിന്റെ അമ്മാവനും ഞാൻ നിന്റെ ഇളയച്ചനും, ആ നിൽക്കുന്ന നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയുവാ. നീ തുറന്നു പറഞ്ഞ മോളെ. ഞാൻ സത്യമാ പറയുന്നേ. ഇതൊരു കുരിശായല്ലോ. വൈശാഖ് നുണ പറയില്ല. അവൻ പറയുന്നത് 100% സത്യവാ. ഓ, ഇതെന്താ ഗിഫ്റ്റ്? ഇത് വൈശാഖ് മീനാക്ഷിക്ക് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. തുറക്ക്.